ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കാർഡിയോവാസ്കുലർ സിസ്റ്റമാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇന്നും കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിലെ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ സെൻട്രൽ വീനസ് ആക്സസ് പ്രൊസീജിയർ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ കത്തീറ്റേഴ്സൊക്കെ സെൻട്രൽ വീനസ് കൂടെ നമ്മൾ ഇൻസേർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊരു ലോങ് പ്രൊസീജിയറാണ്. ലോങ് ടേം മെഡിക്കേഷൻ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സെൻട്രൽ വീനസ് ആക്സസ് പ്രൊസീജിയർ ചെയ്യുന്നത്. ഇത് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട CPT കോഡിംഗ് ഗൈഡ് ലൈൻസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് അതിൻ്റെ ഡിസ്ക്രിപ്റ്റീവായിട്ടുള്ള സെക്ഷൻസ് ഒന്ന് കണ്ടു നോക്കാം. അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ സെൻട്രൽ വീനസ് ആക്സസ് പ്രൊസീജിയർ എന്ന് പറയുമ്പോഴത്തേനും ഇൻസേർട്ടിംഗ് എ കത്തീറ്റർ ഇൻ ടു ദ ബ്ലഡ് വെസൽ ടു ഡെലിവർ മെഡിക്കേഷൻ ഓർ ഡ്രോ ബ്ലഡ് ഫ്രം ദ പേഷ്യൻസ് ബോഡി. സെൻട്രൽ വീനസ് ആക്സസ് പ്രൊസീജിയർ ഇസ് പെർഫോം ഫോർ ദോസ് ഹൂ റിക്വയർ ലോങ് ടേം മെഡിക്കേഷൻസ്. ലോങ് ടേം മെഡിക്കേഷൻസ് നമുക്ക് പെട്ടെന്നുള്ള മെഡിക്കേഷനോ അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ബ്ലഡ് വിഡ്രോ ചെയ്യാനൊക്കെ നമ്മൾ അല്ലാതെ തന്നെ നമ്മൾ IV ഇൻസേർഷനൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ സെൻട്രൽ വീനസ് ആക്സസ് ചെയ്യുന്നത് ലോങ് ടേം മെഡിക്കേഷൻ, അതുപോലെ തന്നെ കുറച്ച് സിവിയർ കണ്ടീഷനുള്ള മെമ്പേഴ്സിന് അവരുടെ ബ്ലഡ് ഡ്രോ ചെയ്യാൻ വേണ്ടിയൊക്കെയാണ് നമ്മൾ ഈ സെൻട്രൽ വീനസ് ആക്സസ് പ്രൊസീജിയർ യൂസ് ചെയ്യുന്നത്. ഇനിയും ഇത് ആദ്യമേ തന്നെ നമ്മൾ ഇതിൻ്റെ CPT കോഡിംഗ് ഗൈഡ് ലൈൻസിലേക്ക് പോകുന്നതിന് മുമ്പേ നമ്മൾ ഇതിനകത്തും നോട്ട് ഡൗൺ ചെയ്യേണ്ട, മെയിനായിട്ട് നോട്ട് ഡൗൺ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് വൺ ഇസ് ദ എൻട്രി സൈറ്റ്. അപ്പോൾ അത് സെൻട്രലി ഇൻസേർട്ടഡ് ആണോ അല്ലെങ്കിൽ പെരിഫറലി ഇൻസേർട്ടഡ് ആണോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യമേ തന്നെ അതിൻ്റെ എൻട്രി സൈറ്റ് ഏതാണെന്ന് നോക്കാം. അതുപോലെ തന്നെ ടെർമിനേറ്റിംഗ് സൈറ്റ്, അതായത് കാത്തീറ്ററിൻ്റെ ടിപ്പ് പൊസിഷൻ എവിടെയാണെന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, ദ ഡിവൈസ് മേ ബി ആക്സസ് വയ എക്സ്പോസ്ഡ് കാത്തീറ്റർ, സബ്ക്യൂട്ടേനിയസ് പോർട്ട് ഓർ സബ്ക്യൂട്ടേനിയസ് പമ്പ്. അപ്പോൾ നമ്മൾ മെയിനായിട്ടും ഈ എൻട്രി സൈറ്റ് നോക്കണം, പിന്നെ ടെർമിനേറ്റിംഗ് സൈറ്റ് നോക്കണം. അപ്പോൾ ഇതിനകത്ത് 5 മെയിൻ കാറ്റഗറീസ് വെച്ചിട്ടാണ് നമ്മുടെ CPTs ഇതിനകത്ത് അസൈൻ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഇസ് ദ ഇൻസേർഷൻ, സെക്കൻഡ് വൺ ഇസ് റിപ്പയർ, തേർഡ് വൺ ഇസ് പാർഷ്യൽ റീപ്ലേസ്മെൻറ്റ്, ഫോർത്ത് വൺ ഇസ് കംപ്ലീറ്റ് റീപ്ലേസ്മെൻറ്റ് ആൻഡ് ഫിഫ്ത്ത് വൺ ഇസ് റിമൂവൽ. അപ്പം ഇതിനെ ബേസ് ചെയ്തിട്ട് 5 ഡിഫറെൻറ്റ് സെറ്റ്സ് ആയിട്ടാണ് നമ്മുടെ CPT കോഡ്സ് അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഇൻസേർഷൻ. ഇൻസേർഷൻ എന്ന് പറയുമ്പോഴത്തേന് നമ്മളൊരു പ്ലേസ്മെൻറ്റ് ചെയ്യുക, ഒരു ന്യൂ സെൻട്രൽ വീനസ് ആക്സസിനെ നമ്മൾ പ്ലേസ് ചെയ്യുവാണ്, അല്ലെങ്കിൽ ആ ഒരു കത്തീറ്ററിനെ നമ്മൾ പ്ലേസ് ചെയ്യുവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ CPT കോഡ്സ് ദാറ്റ് ഈസ് ഫ്രം 36555 to 36571 ആണ് യൂസ് ചെയ്യുന്നത്. ഇനിയും ദീസ് കോഡ്സ് ആർ ബേസ്ഡ് ഓൺ ദി ഏജ് ഓഫ് ദി പേഷ്യൻറ്റ്, സെൻട്രൽ ഓർ പെരിഫറൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഇൻസേർഷനകത്തെ കോഡ് വരുന്നത്. അതിനകത്ത് സെൻട്രലി ഇൻസേർട്ടഡ് ആണെന്നുണ്ടെങ്കിൽ നോൺ ടണൽഡിന് 36555, അതുപോലെ തന്നെ 36556 വരുന്നുണ്ട്. ടണൽഡിന് 36557, 558 വരുന്നുണ്ട്. പോർട്ടിന് 3650, 36561 വരുന്നുണ്ട്. അതുപോലെ തന്നെ പമ്പ് ആണെന്നുണ്ടെങ്കിൽ 36563 വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ സെൻട്രലി ഇൻസേർട്ടഡ്. ഇനി പെരിഫറലി ഇൻസേർട്ടഡ് കത്തീറ്റർ കോഡ്സ് ആണെന്നുണ്ടെങ്കിൽ അതിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വിത്തൗട്ട് ഇമേജിംഗ് ഗൈഡൻസ്, വിത്ത് ഇമേജിംഗ് ഗൈഡൻസ് ആൻഡ് വിത്ത് പോർട്ട്. ഓക്കെ, അപ്പോൾ വിത്തൗട്ട് ഇമേജിംഗ് ഗൈഡൻസ് ആണെങ്കിൽ 36568 and 569. വിത്ത് ഇമേജിംഗ് ഗൈഡൻസ് ആണെന്നുണ്ടെങ്കിൽ 36572, അതുപോലെ തന്നെ 36573. ഇനി വിത്ത് പോർട്ട് ആണെന്നുണ്ടെങ്കിൽ 36570 അല്ലെങ്കിൽ 571. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഫസ്റ്റ് നമ്മൾ 5 മെയിൻ കാറ്റഗറീസ് ഉണ്ട്: ഇൻസേർഷൻ, റിപ്പയർ, പാർഷ്യൽ റീപ്ലേസ്മെൻറ്റ്, കംപ്ലീറ്റ് റീപ്ലേസ്മെൻറ്റ് ആൻഡ് റിമൂവൽ. ഇതിനകത്ത് ഫസ്റ്റ് വൺ ആണ് ഇപ്പോൾ നമ്മൾ നോക്കിയത്, ദാറ്റ് ഈസ് ഇൻസേർഷൻ. അപ്പോൾ ഇൻസേർഷനകത്ത് വരുമ്പോഴത്തേന് നമ്മൾ മെയിൻലി ആ ഒരു പ്ലേസ്മെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അതിനകത്ത് നമ്മൾ നോക്കുന്ന 2 കാര്യങ്ങൾ: ഏജ് ഓഫ് ദി പേഷ്യൻറ്റ്, അതുപോലെ തന്നെ ഏത് മോഡാണ് യൂസ് ചെയ്യുന്നത്, സെൻട്രലി ഇൻസേർട്ടഡ് ചെയ്തേക്കുവാണോ അല്ലെങ്കിൽ പെരിഫറലി ആണോ ചെയ്തേക്കുന്നത്. പിന്നെ അതിൻ്റെ ബേസ് കോഡ്സ് കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ കേസിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്ത് കൊടുക്കാം. ഇനി സെക്കൻഡ് വൺ ഇസ് ഫോർ റിപ്പയർ, റീപ്ലേസ്മെൻറ്റ് ഓർ റിമൂവൽ. ഇനി റിപ്പയർ, റീപ്ലേസ്മെൻറ്റ് ഓർ റിമൂവൽ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത ആ ഒരു സെക്കൻഡ് കാറ്റഗറി, ബാക്കിയുള്ള 5 സെഷൻസിനെ നമ്മൾ, ബാക്കിയുള്ള 4 സെഷൻസിനെ നമ്മൾ ഒറ്റ ഇതിലാണ് കൊണ്ടുവരുന്നിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ റിപ്പയർ ഉണ്ട്, റീപ്ലേസ്മെൻ്റ് ഉണ്ട്, റിമൂവൽ ഉണ്ട്. ഇപ്പം സെൻട്രൽ ഓർ പെരിഫറലി ഇൻസേർട്ടഡ് കത്തീറ്റർ ആണോ നമ്മൾ നോക്കണം. അതുപോലെ തന്നെ ടണൽഡ് ആണോ നോൺ ടണൽഡ് ആണോ നോക്കണം. വിത്ത് പോർട്ടർ പമ്പ് ആണോ വിത്തൗട്ട് പോർട്ടർ പമ്പ് ആണോ നോക്കണം. അപ്പോൾ നമ്മൾ അത് ആദ്യമേ തന്നെ നമ്മുടെ ഡിവൈസിൻ്റെ ആക്സസ് നോക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞായിരുന്നു. ആദ്യം പ്രൊസീജിയർ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ഇതൊക്കെ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞതിനകത്ത് ഞാൻ പറഞ്ഞായിരുന്നു. ഇനിയും കത്തീറ്റർ യൂസിങ് കോൺട്രാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ 36598 ആണ് ഇൻക്ലൂഡിങ് ഗൈഡൻസ് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്.
ഓക്കെ, ഇനി ഈ ഒരു 4 ടോപ്പിക്സ് റിപ്പയർ, റീപ്ലേസ്മെൻറ്റ്, അതായത് പാർഷ്യൽ റീപ്ലേസ്മെൻ്റ് ഉണ്ട്, കംപ്ലീറ്റ് റീപ്ലേസ്മെൻ്റ് ഉണ്ട്, പിന്നെ ലാസ്റ്റിൽ റിമൂവൽ ഉണ്ട്. ഇതിന് വരുന്ന CPT കോഡിംഗ് ഗൈഡ് ലൈൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. If an existing device is removed and a new one is placed via a separate venous axis, നമ്മൾ റിമൂവൽ ഓഫ് ഓൾഡ് കോഡ്, റിമൂവൽ ഓഫ് ദി ഓൾഡ് കാത്തീറ്ററിൻ്റെ കോഡും നമ്മൾ യൂസ് ചെയ്യും, പിന്നെ ഇൻസേർഷൻ ഓഫ് ദി ന്യൂ വണ്ണിൻ്റെ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സിനാരിയോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എക്സിസ്റ്റിംഗ് ഡിവൈസിനെ റിമൂവ് ചെയ്തിട്ട് ന്യൂ വൺ പ്ലേസ് ചെയ്യുകയാണ് ത്രൂ എ സെപ്പറേറ്റ് വീനസ് ആക്സിസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 2 കോഡ് നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും. ദാറ്റ് ഈസ് റിമൂവൽ ഓഫ് ദി ഓൾഡ് വൺ ആൻഡ് ഇൻസേർഷൻ ഓഫ് ദി ന്യൂ വൺ. ഇനി സെക്കൻഡ് വൺ, ഇഫ് ഇമേജിംഗ് ഗൈഡൻസ് ഇസ് യൂസ്ഡ് ഫോർ ഗെയിനിങ് ആക്സസ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് ദ കാത്തീറ്റർ ഇൻ ടു ഫൈനൽ പൊസിഷൻ. ഓക്കെ, അതായത് ചെറിയ എന്തെങ്കിലും റിപ്പയർ ആണെന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെയിൻ്റനൻസ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ 76937 അല്ലെങ്കിൽ 77001 നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടും പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടും യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ എന്തെങ്കിലും ചെസ്റ്റ് എക്സ്റേയോ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ ഫൈനൽ കാത്തീറ്റർ പൊസിഷന് വേണ്ടി സെയിം ഡേ തന്നെ നമുക്ക് ബില്ല് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ should not be coded with 36572 573 584. Okay, if catheter tip location is not confirmed, add modifier 52 with 36572 573 and 584. അതായത് സെയിം ഡേ തന്നെ നമ്മൾ ഈ ചെസ്റ്റ് എക്സ്റേയുടെ ആ ഒരു സർവീസ് ബില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് നമ്മൾ ഓൾറെഡി ആ പ്രൊസീജിയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇഫ് നമ്മൾ ചെസ്റ്റ് എക്സ്റേ നമ്മൾ ആ സെയിം ഡേ ഓഫ് സർവീസ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് 36572ൻ്റെയോ 573യുടെയോ 584ൻ്റെയോ കൂടെ നമ്മൾ ചെസ്റ്റ് എക്സ്റേ ആഡ് ചെയ്യത്തില്ല. അതിന് പകരമായിട്ട് നമ്മൾ മോഡിഫയർ 52 ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി മിഡ് ലൈൻ കത്തീറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ നോട്ട് സെൻട്രൽ വീനസ് ആക്സസ് ഡിവൈസസ്. വി ഹാവ് ടു യൂസ് 36400 406 ആൻഡ് 410. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ റിമൂവൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റിമൂവലിൻ്റെ കോഡ് യൂസ് ചെയ്യും. ഇനി ഒരെണ്ണം റിമൂവ് ചെയ്തിട്ട് നമ്മൾ ന്യൂ വൺ പ്ലേസ് ചെയ്യുവാണെങ്കിൽ റിമൂവലിൻ്റെ കോഡും യൂസ് ചെയ്യും, അതുപോലെ തന്നെ പ്ലേസ്മെൻറ്റിൻ്റെ കോഡും യൂസ് ചെയ്യും. അതേസമയം ലൈക്ക് എന്തെങ്കിലും മെയിൻ്റനൻസോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സർവീസിൻ്റെ കോഡ് മാത്രമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ചെസ്റ്റ് എക്സ്റേ സെയിം ഡേ തന്നെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അഡീഷണൽ കോഡ് കൊടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് യൂസ് മോഡിഫയർ 52. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആദ്യം ഇൻസേർഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇൻസേർഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുക വാട്ട് ആർ ദ കോഡ്സ് ദാറ്റ് വി ഹാവ് ടു യൂസ്. 36555 മുതൽ 36571 വരെയാണ് ഇതിൻ്റെ കോഡ്സ് എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് കോഡ്സ് ആർ ഡിവൈഡഡ് ബേസ്ഡ് ഓൺ ദി ഏജ് ഓഫ് ദി പേഷ്യൻറ്റ് ആൻഡ് സെൻട്രൽ ആണോ പെരിഫറൽ ആണോ നമ്മൾ ഇൻസേർട്ട് ചെയ്തേക്കുന്നത് നോക്കിയിട്ട് അതിനനുസരിച്ച് കോഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 5 മെയിൻ കാറ്റഗറീസ് ആണുള്ളത്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? സോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് സെൻട്രൽ വീനസ് ആക്സസ് പ്രൊസീജിയറിൻ്റെ CPT കോഡിംഗ് ഗൈഡ് ലൈൻസ് ആണ് നോക്കിയത്. ആദ്യമായിട്ട് നമ്മൾ സെൻട്രൽ വീനസ് ആക്സസ് പ്രൊസീജിയർ എന്താണെന്ന് നോക്കി. ദാറ്റ് ഈസ് എൻ ഇൻസേർഷൻ ഓഫ് എ കത്തീറ്റർ ടു ദ സെൻട്രൽ വീനസ് സിസ്റ്റം. അതിനകത്ത് നമ്മൾ എന്തൊക്കെ ഫൈനലി ഏത് സൈറ്റാണ്, അതുപോലെ തന്നെ ഇൻസേർട്ടിംഗ് സൈറ്റും ടെർമിനേറ്റിംഗ് സൈറ്റും ഒക്കെ നോക്കി. പിന്നെ നമ്മൾ നമുക്ക് മെയിൻ 5 കാറ്റഗറീസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് പ്ലേസ്മെൻറ്റ്, പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഇൻസേർഷൻ വന്നു കഴിഞ്ഞിട്ട് പിന്നെ റിപ്പയർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുണ്ട്, പിന്നെ പാർഷ്യൽ റീപ്ലേസ്മെൻ്റ് ഉണ്ട്, കംപ്ലീറ്റ് റീപ്ലേസ്മെൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ റിമൂവൽ ഉണ്ട്. ഇൻസേർഷൻ മാത്രമാണെന്നുണ്ടെങ്കിൽ ഇൻസേർഷൻ്റെ കോഡ്സ് മാത്രം കൊടുക്കുക. റിപ്പയർ ഉണ്ടെന്നുണ്ടെങ്കിൽ മെയിൻ്റനൻസ് കോഡ് കൊടുക്കുക. റീപ്ലേസ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു സീ വെദർ ഇറ്റ് ഇസ് എ പാർഷ്യൽ റീപ്ലേസ്മെൻറ്റ് ഓർ കംപ്ലീറ്റ് റീപ്ലേസ്മെൻറ്റ്. അപ്പോൾ റീപ്ലേസ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് വീനസ് ആക്സസ് വഴിയാണ് സെക്കൻഡ് വൺ കൊടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ റിമൂവൽ ഓഫ് ദി ഓൾഡ് കോഡും അതുപോലെ തന്നെ ഇൻസേർഷൻ ഓഫ് ദി ന്യൂ കോഡും സെപ്പറേറ്റ് ആയിട്ട് ബില്ല് ചെയ്യേണ്ടതാണ്. പിന്നെ ലാസ്റ്റ് വൺ റിമൂവലിന് നമ്മൾ റിമൂവലിൻ്റെ കോഡ് തന്നെയാണ് കൊടുക്കുന്നത്. സോ ഇതൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറീസും. പിന്നെ ഇൻസേർഷൻ വരുമ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ഏജ് ഓഫ് ദി മെമ്പർ, അതുപോലെ തന്നെ ഏത് സൈറ്റിൽ സെൻട്രലാണോ അതോ അല്ലെങ്കിൽ പെരിഫറൽ ആക്സസ് ആണോ നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് നമ്മൾ നോക്കണം കാത്തീറ്റർ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ ലാസ്റ്റ് വൺ നമ്മൾ നോക്കിയത് ചെസ്റ്റ് എക്സ്റേ ആണെന്നുണ്ടെങ്കിൽ സെയിം ഡേ ബില്ല് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ അഡീഷണൽ കോഡായിട്ട് ബില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. 36572ൻ്റെ ഒക്കെ കൂടെ നമ്മൾ അഡീഷണൽ കോഡ്സ് കൊടുക്കേണ്ട കാര്യമില്ല. വി ക്യാൻ യൂസ് മോഡിഫയർ ഇൻസ്റ്റെഡ് ഓഫ് ആഡിങ് എ ന്യൂ കോഡ്.
ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ സെൻട്രൽ വീനസ് ആക്സസ് പ്രൊസീജിയറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതൊരു ചെറിയ ടോപ്പിക്കാണ്. നമുക്ക് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നമ്മൾ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൻ്റെ ചെറിയ ചെറിയ ടോപ്പിക്സ് ആയിട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് വീണ്ടും കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൻ്റെ പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ ഓൾ ദി സപ്പോർട്ട്സ്. ബൈ. താങ്ക് യു.